BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ സാമൂഹിക വികസന മന്ത്രി ഒസാമ ബിൻ സാലിഹ് അൽ അലവി ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാല ബന്ധം ഇരുവരും അവലോകനം ചെയ്തു. പരസ്പര പ്രയോജനത്തിനായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തും. സാമൂഹിക സംരക്ഷണ പരിചരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ബഹ്റൈൻ നടത്തുന്ന ശ്രമങ്ങളും ചർച്ചാ വിഷയമായി. അംബാസഡർ മന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുകയും ബഹ്റൈനുമായി ശക്തമായ സഹകരണം വളർത്തിയെടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സിബിഷൻ വേൾഡിൽ ഗ്യാസ്ട്രോണമി ടൂറിസം 9ാമത് വേൾഡ് ഫോറം സമാപിച്ചു. ഗ്യാസ്ട്രോണമി ടൂറിസം സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന്റെയും ഉൾപ്പെടുത്തലിന്റെയും ചാലകശക്തി എന്ന പ്രമേയത്തിൽ വേൾഡ് ഫോറം പാചകകല, ഗ്യാസ്ട്രോണമി, ടൂറിസം മേഖലകളിലെ പ്രാദേശിക അന്തർദേശീയ വിദഗ്ധരുടെ സാന്നിധ്യം മൂലം ആഗോള ശ്രദ്ധ നേടി. ടൂറിസം മന്ത്രിയും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫി ഉദ്ഘാടനം ചെയ്ത ഫോറത്തിൽ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഒത്തുചേർന്നു. മധ്യപൗരസ്ത്യ മേഖലയിൽ ആദ്യമായി ഈ സുപ്രധാന ആഗോള സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിൽ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി റിസോഴ്സ് ആൻഡ് പ്രൊജക്ട് ഡെപ്യൂട്ടി CEO ധന ഒസാമ അൽ സാദ് അഭിമാനം പ്രകടിപ്പിച്ചു. ബഹ്റൈന്റെ സമ്പന്നമായ പാചക പാരമ്പര്യവും ടൂറിസം സാധ്യതകളും പ്രദർശിപ്പിക്കുന്നതിൽ ഫോറത്തിന് വലിയ പങ്കുണ്ടെന്നും അവർ പറഞ്ഞു. ഫോറം സംഘടിപ്പിക്കുന്നതിലും അതിന്റെ ആതിഥ്യ മര്യാദയിലും ബഹ്റൈൻ നടത്തുന്ന ശ്രമങ്ങളെ UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഡയറക്ടർ ബസ്മ അൽ ബെയ്മാൻ അഭിനന്ദിച്ചു. ആഗോളതലത്തിൽ ഗ്യാസ്ട്രോണമി ടൂറിസം ആഘോഷിക്കുന്ന പരിപാടികളോടെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഫോറത്തിന്റെ 10ാം പതിപ്പ് സ്പെയിനിലെ സാൻ സെബാസ്റ്റ്യനിൽ നടക്കുമെന്നും ബാസ്ക് പാചക കേന്ദ്രത്തിന്റെ ഡയറക്ടർ ജനറൽ ജോക്സെ മാരി എസ്കി അറിയിച്ചു. അദ്ദേഹം സംഘാടകർക്കും പങ്കാളികൾക്കും നന്ദി പറഞ്ഞു. സമാപന ചടങ്ങിൽ ബാസ്ക് പാചക കേന്ദ്രത്തിലെ മാസ്റ്റേഴ്സ് ഇൻ ഗ്യാസ്ട്രോണമി ടൂറിസത്തിന്റെ കോർഡിനേറ്റർ ഡേവിഡ് മോറയും UNWTയിലെ മാർക്കറ്റിംഗ് ഇന്റലിജൻസ് ഡയറക്ടർ സാന്ദ്ര കാർവോവയും സംസാരിച്ചു. സമ്പന്നമായ പാരമ്പര്യം, നാഗരികതകളുടെയും സംസ്കാരങ്ങളുടെയും സംയോജനം, പ്രാദേശിക പാചക വൈവിധ്യം, വൈവിധ്യമാർന്ന അഭിരുചികൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തിന്റെ മികച്ച രുചിയും പാചക അനുഭവവും ഫോറം പകർന്നു നൽകിയതായും പ്രതിനിധികൾ വ്യക്തമാക്കി. നീണ്ട 47 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അബ്ദുൽ ഗഫൂർ പാടൂരിന് അൽമനായി സെന്റർ മലയാള വിഭാഗം യാത്രയയപ്പ് നൽകി. ജനറൽ സെക്രട്ടറി റിസാലുദ്ദീൻ മിത്തൽ മാളിക്കണ്ടി സ്വാഗതം പറഞ്ഞു. സെന്റർ പ്രസിഡന്റ് ഹംസ മേത്ത അധ്യക്ഷത വഹിച്ചു. 8 വർഷത്തോളം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായും എഡ്യൂക്കേഷണൽ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ച അബ്ദുൽ ഗഫൂർ പാടൂരിന് ആശംസകൾ അർപ്പിച്ച് TP അബ്ദുൽ അസീസ്, CT യഹ്യ, സമീർ ഫറൂഖി, VP അബ്ദുറസാഖ്, PP ഹനീഫ്, ഹംസ കെ ഹമ്മദ്, ഷമീർ ബാവ, നിഷാദ് ഹിദ്, CK അബ്ദുള്ള, നൌഷാദ് കടാച്ചിറ, ഹംസ റോയൽ, സമീർ അലി, മജീദ് പഡ്ല, സഹീൻ ഇബ്രാസ് എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ മുതിർന്ന അംഗം യാക്കൂബ് ഈസ അദ്ദേഹത്തിന് ഉള്ള ഉപഹാരം കൈമാറി. അബ്ദുൽ ഗഫൂർ പാടൂർ മറുപടി പ്രസംഗം നിർവഹിച്ചു. സാദിഖ് ബിൻ യഹ്യ നന്ദി പറഞ്ഞു. തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 181 വിദേശ തൊഴിലാളികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാട് കടത്തിയതായി LMRA അറിയിച്ചു. വിവിധ ഗവർണറേറ്റുകളിലായി നവംബർ 10 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ 1668 തൊഴിലാളികൾ പരിശോധന നടത്തുകയുണ്ടായി. താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 45 തൊഴിലാളികളെ പിടികൂടുകയും ചെയ്തു. 33 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾക്ക് പുറമെ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 20 ക്യാമ്പയിനുകൾ നടന്നു. മൊഹറ ഗവർണറേറ്റിൽ 4, നോർത്തേൺ ഗവർണറേറ്റിൽ 6, സദേൺ ഗവർണറേറ്റിൽ 3 എന്നിങ്ങനെ പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി. ദേശീയത, പാസ്പോർട്ട്, റെസിഡൻസ് അഫയേഴ്സ് ഗവർണറേറ്റിന്റെ ബന്ധപ്പെട്ട പോലീസ് ഡയറക്ടറേറ്റ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് വെർഡിക്ട് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് സെൻസറിംഗ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ്, വ്യവസായ വാണിജ്യ മന്ത്രാലയം, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി എന്നീ സർക്കാർ സ്ഥാപനങ്ങൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു. നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വിവിധ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും LMRA അധികൃതർ അറിയിച്ചു. ഈ വർഷം ഇതുവരെ 49,614 പരിശോധനകളും 750 സംയുക്ത ക്യാമ്പയിനുകൾ നടത്തി. 2502 നിയമലംഘകരെ കണ്ടെത്തുകയും 6327 അനധികൃത തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തതായും LMRA അറിയിച്ചു.
ജ്വല്ലറി അടച്ച് വീട്ടിലേക്ക് പോകുകയായിരുന്ന ഉടമകളെ ആക്രമിച്ച 3 കിലോഗ്രാം സ്വർണം കവർന്നു. പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ KM ജ്വല്ലറി ഉടമകളായ യൂസഫ്, സഹോദരൻ ഷാനവാസ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപം വാഹനത്തിലെത്തിയവർ ആക്രമിച്ചത്. സ്കൂട്ടറിന് വാഹനം വിലങ്ങിട്ട് മൂക്കിനിടിച്ചു വീഴ്ത്തി പിറകിലുള്ളയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു. ഇതിനിടയിൽ മുഖത്തേക്ക് ഒരു സ്പ്രേ അടിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രി 8:45ഓടെയാണ് സംഭവം. പഴയ അലങ്കാർ തിയേറ്ററിന് സമീപമാണ് ഇവരുടെ വീട്. വീടിനടുത്ത് എത്തുന്നതിന് അല്പം മുൻപായിരുന്നു ആക്രമണവും കവർച്ചയും. മഹേന്ദ്ര കമ്പനിയുടെ വാഹനത്തിലാണ് ആക്രമികൾ എത്തിയത്. വാഹനം വിലങ്ങിട്ട് ഇറങ്ങലും സ്കൂട്ടറിലുള്ളവരെ ഇടിച്ചു വീഴ്ത്തലും ബാഗ് കൈക്കലാക്കി കടന്നു കളയലും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു. വിവരമറിഞ്ഞ ജ്വല്ലറി അസോസിയേഷൻ ഭാരവാഹികൾ പോലീസിൽ ബന്ധപ്പെട്ടതോടെ ആക്രമികളെ പിടികൂടാൻ പോലീസ് പല സംഘങ്ങളായി അന്വേഷണം ആരംഭിച്ചു. വാഹനം തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലും നമ്പർ വ്യാജമാണെന്നും സൂചനയുണ്ട്. പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ നടപടികൾ. പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ ചെറിയ ഷോറൂമിൽ വർഷങ്ങളായി ജ്വല്ലറി നടത്തുന്നവരാണിവർ. വൈകിട്ട് 7ഓടെ കടയടച്ച് മുഴുവൻ ആഭരണങ്ങളും തൂക്കിക്കണക്കാക്കി രേഖപ്പെടുത്തി ബാഗിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. യൂസഫാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. ആക്രമികളുടെ മർദ്ദനത്തിൽ യൂസഫിന്റെ മുഖത്ത് പരിക്കേറ്റ് രക്തമൊഴുകി. പിന്നിലിരുന്ന ഷാനവാസിന്റെ ചുണ്ടും പൊട്ടി. അക്രമത്തിനിരയായവരിൽ നിന്ന് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നോട്ട്സ് ഉൾപ്പെടെ പഠനകാര്യങ്ങൾ വാട്സപ്പ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്നതിന് വിലക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ബാലാവകാശ കമ്മീഷൻ ഇടപെടലിനെ തുടർന്നാണിത്. കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനമായിരുന്നുവെങ്കിലും നിലവിൽ സ്കൂളുകളിൽ നേരിട്ടാണ് ക്ലാസ് നടക്കുന്നത്. കുട്ടികൾക്ക് പഠനകാര്യങ്ങൾ ഓർത്തിരിക്കാനും ശരിയായി മനസ്സിലാക്കാനും നോട്ട്സ് ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്ന രീതി ഗുണകരമല്ലെന്നും സർക്കുലറിൽ പറയുന്നു. കുട്ടികൾക്ക് നേരിട്ട് ക്ലാസ് ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ നഷ്ടമാകുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം. ഇക്കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ സ്കൂളുകളിൽ ഇടവിട്ട് സന്ദർശനം നടത്തി നിരീക്ഷണം ശക്തമാക്കേണ്ടതും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം ചോദിച്ചറിയേണ്ടതുമാണ്. പഠനകാര്യങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്ന രീതി കുട്ടികൾക്ക് അമിതഭാരവും പ്രിന്റ് എടുത്ത് പഠിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും വരുത്തുന്നതായും രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷൻ അംഗം N. സുനന്ദ നൽകിയ നോട്ടീസിനെ തുടർന്നാണ് എല്ലാ RDD-മാർക്കും സ്കൂൾ പ്രിൻസിപ്പൽമാർക്കും വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ നൽകിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.